ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല തിരുവനന്തപുരം നടത്തുന്ന പ്രശ്നവും മുഹൂർത്തത്തിൻ്റെയും 9ാമത്തെ ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഈ സ്ഥാപനത്തിൻ്റെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. നമ്മുടെ ജാതക വിശകലനം, ജാതകം, പ്രശ്നം, മുഹൂർത്തം, അതുമായിട്ട് ബന്ധപ്പെട്ട് പെൻഡുല ജ്യോതിഷം, വാസ്തുശാസ്ത്രം, കൈരേഖശാസ്ത്രം തുടങ്ങിയ പല കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തുടങ്ങുന്നത് പ്രശ്നവും മുഹൂർത്തവും എന്നുള്ള ഒരു വിഷയത്തിൻ്റെ 9ാമത്തെ ബാച്ചാണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ പുതിയ ബാച്ച് ഈ വരുന്ന 23-ാം തീയതി ബുധനാഴ്ച രാത്രി 7:45 തുടങ്ങുകയാണ്. അപ്പോൾ ഈ ബാച്ചിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞത്, പ്രശ്നവും മുഹൂർത്തവും. അപ്പോൾ അതിൽ നമ്മൾ അറിയേണ്ടത് ആദ്യം ഈ പ്രശ്നം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ കേരള ജ്യോതിഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ കേരള ആസ്ട്രോളജി എന്നാണ് പ്രത്യേകിച്ച് അറിയപ്പെടുന്നത് തന്നെ അങ്ങനെയാണ്. അതിന് ആധാരമായിട്ട് പ്രശ്നമാർഗം എന്ന് പറയുന്ന ഒരു ബുക്കും നമുക്ക് അവൈലബിൾ ആണ്. അത് മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ അതിൻ്റെ ട്രാൻസ്ലേഷനുണ്ട്. പ്രശ്നം എന്ന് പറയുന്നതിനും ജാതകം എന്ന് പറയുന്നതിനും ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ രണ്ടിൻ്റെയും പല പ്രവചനമൊക്കെ ഒരുപോലെയാണെങ്കിലും ചെറിയ വ്യത്യാസം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ജാതകം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അപ്പോഴുണ്ടാകുന്ന ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി ആ സമയത്തുള്ള ഉദയ ലഗ്നത്തിനെ ലഗ്നമാക്കി കണക്കാക്കി ബാക്കി ഗ്രഹനിലയും ചേർത്ത് എഴുതി ജീവിതത്തിൻ്റെ അവസാനം വരെ സൂക്ഷിക്കുന്ന ഒരു തലക്കുറി എന്ന് പറയും. ആ ഗ്രഹനിലയാണ് അറ്റം വരെ, അദ്ദേഹത്തിൻ്റെ മരണം വരെ നമ്മൾ ജാതകമായിട്ട് കണക്കാക്കുന്നത്. അപ്പോഴുണ്ടാകുന്ന നക്ഷത്രം ഏതാണ്, തിഥി ഏതാണ്, കരണം ഏതാണ്, നിത്യയോഗം ഏതാണ്, വാരം ഏതാണ്, ആ ഡേറ്റ് ഏതാണെന്നാണ് നമ്മളെല്ലാവരും പറയാറുണ്ട്. ഞാൻ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചു, വെള്ളിയാഴ്ചയാണ് ജനിച്ചത്, രാത്രി 1 മണിക്ക് ജനിച്ചു എന്നിങ്ങനെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു ജ്യോത്സ്യരെ നമ്മൾ കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ദൈവജ്ഞനെ കാണാൻ പോവുകയാണ്. ആ ദൈവജ്ഞനെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദൈവജ്ഞനെ കാണാൻ വേണ്ടി വിളിക്കുന്ന സമയമോ ആ സമയത്തുണ്ടാകുന്ന ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ താൽക്കാലികമായിട്ടുള്ള ഫലങ്ങളെ വിവരിച്ച് പറയുന്നതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് ഒരാൾ ഇപ്പോഴും നമുക്ക് 3 മണി, നമ്മൾ 3:15 മണി എന്ന് കണക്കാക്കുക, വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വരികയാണെങ്കിൽ ഇപ്പോഴത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി പറയും. ഇല്ല, നാളെയാണ് അദ്ദേഹം വരുന്നെങ്കിൽ നാളത്തെ ഗ്രഹനില എടുക്കും. അപ്പോൾ പ്രശ്നത്തിന് ഒരു സ്ഥിരമായ ഗ്രഹനില ഇല്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, പ്രശ്നത്തിനും ജാതകത്തിനും എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസം ഇത് തന്നെ. അടുത്ത വ്യത്യാസം, ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ അത് എപ്പോഴും ജനിക്കണം, അതിന് അതിൻ്റെ ജീവിതത്തിൽ, നടക്കാൻ പോകുന്ന ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ആയുസ്, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, വീട്, തൊഴിൽ, സഹോദരങ്ങളുടെ സ്റ്റാറ്റസ്, അമ്മയുടെ അച്ഛൻ്റെ സ്റ്റാറ്റസ് തുടങ്ങിയ വിവിധ വശങ്ങൾ ഒരുപാടുണ്ട്. അതെല്ലാം അനുഭവിക്കാനുള്ള ഫലം, എന്ത് ഫലം അനുഭവിക്കണം അതിന് കണക്കാക്കി ഒരു ഗ്രഹനിലയിലാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. അതിൽ പിന്നെ മാറ്റമില്ല. അപ്പോൾ ജാതകം എന്ന് പറയുന്നത് ആ ജനിക്കുന്ന സമയം വരെ ഉള്ള കാര്യങ്ങളെ അതിനകത്ത് കിട്ടുകയുള്ളൂ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കാനുള്ള കാര്യങ്ങളെല്ലാം ആ ഗ്രഹനില അനുസരിച്ച് പോകുകയുള്ളൂ എന്നാണ് നമ്മുടെ സങ്കല്പം. അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കും, ഭാവി എങ്ങനെ ഇരിക്കും എന്നുള്ളതെല്ലാം ആ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹനിലയിൽ ഉൾപ്പെടും. എന്നിരുന്നാലും അദ്ദേഹം ജനിച്ചതിന് ശേഷം വരുന്ന കാര്യങ്ങൾ ആ ഗ്രഹനിലയിൽ പരിപൂർണതയോടുകൂടി ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല.
അതിനെയും കൂടെ ചേർത്ത് പറയുന്നതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരാൾക്ക് ജനിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മകം നക്ഷത്രമാണ്. ഇപ്പോൾ മകം നക്ഷത്രം തുടങ്ങി കുറച്ച് സമയമായതേ ഉള്ളൂ എന്നൊക്കെ സങ്കല്പിക്കുക. അപ്പോൾ അദ്ദേഹം ജനിക്കുന്ന കേതുദശയിൽ, കേതുദശ ഒരു 5 വർഷം 6 വർഷം എന്ന് കണക്കാക്കുക. അത് കഴിഞ്ഞിട്ട് ശുക്രൻ വരികയാണ്. സാധാരണയായിട്ട് ശുക്രദശ നന്നായിരിക്കും. നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന ശുക്രൻ നല്ലതെന്നാണ്. ശുക്രനിൽ സുഖിക്കാത്തവരില്ല എന്നൊക്കെ പറയാറുണ്ട്. ഈ 20 വർഷമാണ് ശുക്രന്റെ സമയം. ഈ 20 വർഷം അദ്ദേഹത്തിന് നന്നായിരിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. അല്ലെങ്കിൽ ശുക്രൻ മോശമായ സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് കണക്കാക്കുക. 20 വർഷവും അദ്ദേഹത്തിന് മോശമായിരിക്കുമെന്ന് ചോദിച്ചാൽ അതുമല്ല. ഈ അപകാരങ്ങളും ഛിദ്രാപകാരങ്ങളും ഒക്കെ മാറി 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 വരും. ചാരഫലങ്ങളുണ്ട്. ചാരഫലങ്ങളും ദശാപകാരങ്ങളും ഒക്കെ മാറി വരുന്നതനുസരിച്ച് ഈ മാറ്റങ്ങൾ സംഭവിക്കും. ഈ മാറ്റങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ സുഖവും ദുഃഖവും മാറി മാറി വരും. അതിൻ്റെ ചാരഫലവും കൂടി ഉൾപ്പെട്ട് വരുന്നതാണ് ഈ പ്രശ്നം. അപ്പോൾ പ്രശ്നത്തിൽ നമുക്ക് നോക്കുമ്പോൾ വളരെ അടുപ്പിച്ച് ഒരു കാര്യം പറയാൻ നമുക്ക് കഴിയും. ഞാൻ പറഞ്ഞു വന്നത് ശുക്രദശ എന്ന് പറഞ്ഞു. ശുക്രദശ 20 വർഷം നന്നായിരിക്കും. അല്ലെങ്കിൽ ശനിദശ വരുമ്പോൾ ശനി മോശമെന്ന് പറയും, രാഹു മോശമെന്ന് പറയും. 20 വർഷവും മോശമായിരിക്കും എന്ന് പറയാൻ, 19 വർഷവും മോശമായിരിക്കും എന്ന് പറയാനൊന്നും നമുക്ക് കഴിയൂല. അതിനെ കുറെ അടുപ്പിച്ച് പറയണമെങ്കിൽ പ്രശ്നത്തിന് കഴിയും. ഇനിയും കുറെ കൂടി തറപ്പിച്ച് പറഞ്ഞാൽ ഒരാളിന്റെ ജാതകം നമുക്ക് അങ്ങനെ ഇഷ്ടംപോലെ നമ്മുടെ കയ്യിൽ വരാറുണ്ട്. സമയം അദ്ദേഹത്തിന്റെ ജാതകപ്രകാരം നല്ല സമയമായിരിക്കും. ജ്യോതിഷരെ നോക്കിയിട്ട് പറയും, ഇപ്പൊ സമയം തീരെ മോശമില്ല, നിങ്ങൾക്ക് നല്ല സമയമാണ്. അദ്ദേഹം പറയും, ഇല്ല, എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ട്, ഇടയ്ക്കൊരു വാഹന അപകടം ഉണ്ടായി, എൻ്റെ വൈഫിന് സുഖമില്ലാതായി, പിന്നെ എൻ്റെ സന്താനങ്ങൾക്ക് സുഖമില്ലാതായി, ഇടയും മുറയും എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ജ്യോതിഷരെ കണ്ടത്. അപ്പോൾ നമ്മൾ കവടി വെച്ച് നോക്കുകയോ അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ നിയമപ്രകാരം നമ്മൾ നോക്കുകയോ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് കറക്റ്റ്, സമയം മോശമാണ്. അപ്പോൾ ജാതകം നന്നായിരുന്ന, ജാതകം അനുസരിച്ച് ഫലം നന്നായിരുന്ന പ്രശ്നത്തിൽ മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ ജാതകം മുൻജന്മ ഫലം എന്ന് ആദ്യമേ പറഞ്ഞു. മുൻജന്മ ഫലം അനുസരിച്ച് അദ്ദേഹത്തിന് ഇപ്പം നല്ലത് നടക്കേണ്ടതാണ്. എന്നാൽ പ്രശ്നത്തിൽ മോശമായാൽ മുൻജന്മ ഫലം അനുസരിച്ച് നല്ലതാണെങ്കിലും ഈ ജന്മം അദ്ദേഹത്തിന്റെ ഫലങ്ങൾ, ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അനുസരിച്ചുള്ള ഫലം നല്ലതല്ല എന്ന് ചിന്തിക്കണം. മുൻജന്മം അനുസരിച്ച് നല്ലതൊന്നെങ്കിലും ഈ ജനിച്ചതിന് ശേഷം തൽസമയം വരെ വരുന്ന അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അത്ര നല്ലതല്ല എന്ന് ചിന്തിക്കുക. നേരെ മറിച്ച് ജാതകം വളരെ മോശമായിട്ട് വന്നു, ഇപ്പോൾ നമ്മൾ പറയുകയാണ് വളരെ മോശമായ സമയമാണ്, അപ്പോൾ നിങ്ങൾക്ക് പല അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, സന്താന ദുരിതം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടായിരിക്കണം. അങ്ങനെയൊന്നുമില്ല, എനിക്കിപ്പോൾ ഏകദേശം നല്ല സമയം തന്നെ, ഞാൻ അത് അറിയാനല്ല വന്നത്, ഇനി എൻ്റെ സമയം അനുസരിച്ച് എനിക്കൊന്ന് ഒരു വീട് വയ്ക്കാൻ ഇപ്പോൾ സമയമായോ, കൊള്ളാമോ, ഇപ്പം നല്ല സമയമൊന്നും തോന്നുന്നു, അതറിയാനാണ് വന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഒരുമാതിരി എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞത് തെറ്റിപ്പോയല്ലോ എന്ന് തോന്നും. അപ്പോൾ കവടി വെച്ച് നോക്കുകയാണ്. കവടി വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നത്തിലൂടെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല സമയമായിരിക്കും. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ജാതകം അനുസരിച്ച് സമയം മോശമാണെങ്കിലും ഈ ജന്മം നല്ല സൽഫലങ്ങൾ ചെയ്ത കക്ഷിയായിരിക്കും. നല്ല ദാനധർമ്മങ്ങൾ ചെയ്യുകയും ജനങ്ങളോട് നല്ല സ്നേഹമായിട്ട് ഇടപെടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല കക്ഷിയോട് നല്ല ഫലം അദ്ദേഹത്തിന് ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ ഈ പ്രശ്നത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ തൽസമയം ഈ ജന്മ ഫലവും കൂടി കണക്കാക്കിയിട്ട് രണ്ടും കൂടി കോറിലേറ്റ് ചെയ്താൽ മാത്രമേ ശരിക്കുള്ള ഫലം കിട്ടും. ഇതറിയണമെങ്കിൽ പ്രശ്നം ശരിക്കും മനസ്സിലാക്കണം. അതിലേക്ക് എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രശ്നമാർഗം, വേറെ പ്രശ്നമാർഗം മാത്രമല്ല, അംഗീകരിക്കപ്പെട്ട ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് ബുക്ക് എന്ന് പറയുന്നത് പ്രശ്നമാർഗമാണ്. ആ പ്രശ്നമാർഗത്തിനെ കൂടി കണക്കിലെടുത്ത് പ്രശ്നമാർഗത്തിൽ കുറെ നിയമങ്ങളാണ് അതിനകത്ത് പറയുന്നത്. എന്തൊക്കെ കാര്യം, എങ്ങനെയൊക്കെയാണ് പ്രശ്നം കണ്ടക്ട് ചെയ്യേണ്ടത്. എന്നാൽ ഫലം പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഹോരാശാസ്ത്രവും ജാതകാദേശവും ജാതക ചന്ദ്രികയും ഫലദീപികയും സാരാവലിയും തുടങ്ങിയ മറ്റനേകം ഗ്രന്ഥങ്ങളിൽ ജാതകം ഫലം പറയുന്നത് എങ്ങനെ
എന്നുള്ള നിയമങ്ങളുണ്ട്. അതും കൂടെ പഠിച്ചിട്ട് അതിനെയും കൂടി ചേർത്താണ് പറയുന്നത്. ഫലം പറയുമ്പം പാവഫലങ്ങളും എല്ലാം ഒന്ന് തന്നെ. പക്ഷേ ചില നമ്മൾ എന്ത് ചെയ്തു ചോദിച്ചാൽ കുറെ പരിഹാര മാർഗങ്ങൾ കുറെ കൂടെ പ്രശ്നമാർഗത്തിലൊക്കെ പറയുന്നുണ്ട്. ആ പരിഹാര മാർഗം കൂടി പറഞ്ഞു കൊടുത്ത് അതിനെ റെഡിയാക്കി എടുക്കും. ഇത് കേരളത്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. കേരളമാണ് വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതില് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ ഈ കേരള ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയിൽ നമ്മൾ നടത്തിക്കൊണ്ടുവരുന്ന ഈ ബാച്ചിൽ വേറെ സിലബസ് അറിവുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് 12 രാശികളെ കുറിച്ച് ഒരു അവലോകനം നടത്തും. അത് ഹോരാശാസ്ത്രത്തിൽ പറയുന്ന വരാഹമിഹിരാചാര്യന്റെ ഹോരാശാസ്ത്രത്തിൽ പറയുന്ന 12 രാശികളെ കുറിച്ചുള്ള ഫലവും അതും കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് നമ്മൾ പറയും. 9 ഗ്രഹങ്ങളുടെ ഫലവും പറഞ്ഞിട്ട് കുറെ ഭാവചിന്തകളും മനസ്സിലാക്കി അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, പ്രശ്നമാർഗത്തിലെ 2ാമത്തെ ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ കുറെ പഞ്ചാംഗം വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്രശ്നത്തിൽ കടന്നു കയറുന്നത്, എളുപ്പത്തിൽ കടന്നു കയറാം, വളരെ സിമ്പിൾ മെത്തേഡ് നമുക്ക് മനസ്സിലാകത്തക്ക ഭാഷയിൽ പറഞ്ഞിട്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ ആരൂഢത്തിനെ കുറിച്ച് പറഞ്ഞ് രോഗപ്രശ്നങ്ങൾ പാപചിന്തകളെല്ലാം പറഞ്ഞിട്ട് പ്രശ്നമാർഗത്തിൻ്റെ 15ാമത്തെ ചാപ്റ്റർ ഭംഗിയായിട്ട് നമ്മൾ അവലോകനം ചെയ്യും. ആ 15ാമത്തെ ചാപ്റ്ററിൽ ദേവകാര്യങ്ങൾ കുറച്ച് പറയും, പിന്നെ ബാധാരൂപങ്ങൾ കുറച്ച് പറയും, പിന്നെ ഒരു വ്യക്തിയെ ബാധിക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള കർമ്മങ്ങൾ അദ്ദേഹത്തിനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം പറയും. പറഞ്ഞിട്ട് ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചാൽ, നല്ല രീതിയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുറേ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഉണ്ട്. ആ എക്സാമ്പിൾസ് കൂടി കിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഓൺലൈനിലാണ് പറയുന്നെങ്കിലും അത് ഇന്ന് വരെ നമ്മുടെ 8-9 ബാച്ച് കഴിഞ്ഞു പോയി. വളരെ നല്ല പേരാണ് നമുക്കതിനകത്തുള്ളത്. ഓൺലൈനിലുള്ളതെങ്കിലും അതിൻ്റെ CD കൂടിയിട്ട് രണ്ടാമത് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് CD ഉള്ള സഹായം ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്തു വരുന്നതാണ്. പിന്നെ പറയാനുള്ളത്, ഈ ബാച്ചിൽ കൂടി തന്നെ മുഹൂർത്തത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയും. ഒരു മുഹൂർത്തം തയ്യാറാക്കുന്നത് എങ്ങനെ. മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്യോത്സ്യരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുഹൂർത്തം. മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഹൂർത്തത്തിൽ, അത് പ്രശ്നത്തിൽ തന്നെ പഞ്ചാംഗ വിഷയങ്ങൾ കുറേ കാര്യങ്ങൾ പ്രശ്നത്തിൽ തന്നെ പറയും. നക്ഷത്രം, വാരം, തിഥി എല്ലാം വച്ചിട്ട് എങ്ങനെ പ്രശ്നത്തിലൂടെ കയറി പറ്റാം എന്നുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ പഞ്ചാംഗ വിഷയങ്ങൾ കുറേ മനസ്സിലായി കഴിയും. അത് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ മുഹൂർത്തത്തിനെ കുറിച്ചുള്ള കാര്യം അതിനകത്ത് തന്നെ കുറേ മനസ്സിലായി കഴിയും. മുഹൂർത്തവും കൂടി പറഞ്ഞ് 1 വർഷത്തെ ക്ലാസ്സാണ്. അതിൻ്റെ സമയം എന്ന് ഉദ്ദേശിക്കുന്നത് 8 മണി സമയം, രാത്രി 8 മണി സമയത്തിന് തുടങ്ങി 1.25-1.5 മണിക്കൂറോളമൊക്കെ നീണ്ടു നിൽക്കുന്ന സമയമാണ്. അതിന് പ്രത്യേക ടൈം ടേബിൾ ഉണ്ടാകും. ആ ടൈം ടേബിൾ സമയത്ത് അതിൻ്റെ ലിങ്ക് ഇട്ട് തരും. ലിങ്കിൽ കയറിയാൽ ഓരോ മാസവും തുടക്കത്തിൽ തന്നെ അതിൻ്റെ ടൈം ടേബിൾ കിട്ടി. ഇന്ന ദിവസം ക്ലാസ് ഉണ്ട്. ടൈം ഒരേ ടൈം തന്നെ 8 മുതൽ 9:15, 9:30 വരെ വരും. 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ടൈം. അങ്ങനെ 1 വർഷത്തെ കോഴ്സാണ്. 1 വർഷം കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഇതിനെ തീർക്കും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, സാധാരണയായിട്ട് നമ്മളൊരു ജ്യോതിഷ ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് കുറെ നിയമങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിൽ കുറെ എക്സാമ്പിൾ ഇടുകയോ ഒന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പെട്ടെന്ന് ഒരു ജ്യോതിഷി എടുത്തു വെച്ച് വായിക്കുമ്പോൾ പേടിച്ചു പോകും. സംസ്കൃതത്തിൽ ഒരു ശ്ലോകം ഇരിക്കുകയാണ്, ഇതെന്താണ് എഴുതിയിരിക്കുന്നത് ഒന്നും അറിയില്ല. കുറെ കാരകത്വങ്ങൾ പറഞ്ഞേക്കും. കാരകത്വങ്ങൾ, സൂര്യൻ ഇന്ന കാരകത്വമുണ്ട്, താതോ ദേവ പ്രതാപോ അസ്ഥി അസു നൃപ കനക പ്രാണ തേജ ചികിത്സ എന്ന് പറഞ്ഞിട്ട് കുറേ പറയും. ചന്ദ്രന് കുറെ കാരകത്വം പറയും. ഇങ്ങനെ കാരകത്വങ്ങൾ കാണാതെ പഠിച്ചിട്ട് നമുക്ക് ഒന്നും നേടാനുമില്ല. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയും അതിന് എക്സാമ്പിളാണ് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം വരുന്നത്. ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു എക്സാമ്പിളും കൂടി ഇട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, അതിനെ ഡൈല്യൂട്ട് ചെയ്യണം. ഡൈല്യൂട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ്. അത് നമുക്ക് പറയാൻ വാക്കുകളില്ല. നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുറേ CD-കളോ അല്ലെങ്കിൽ നമ്മുടെ കുറേ ക്ലാസിൻ്റെ പിന്നെ
ക്ലാസ്സുകൾ നമ്മൾ കുറെ കേട്ട് കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇന്ന് വരെ ഉള്ള രീതി അനുസരിച്ച് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് വലിയൊരു പരാതിയൊന്നും ആർക്കും വന്നിട്ടില്ല. അത് ഒന്നിനൊന്നിന് ഓരോ ബാച്ച് കഴിയും തോറും നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്ത് പുതിയ പുതിയ എക്സാമ്പിൾസ് കൊടുത്ത് പറയുന്ന കാര്യം തന്നെ മാറ്റങ്ങൾ വരുത്തിയാണ് പോകുന്നത്. ഒരു ബാച്ചിൽ പഠിപ്പിക്കുന്നത് പോലെ അതിനേക്കാൾ കുറെ കൂടി ഡെവലപ്പ് ചെയ്താണ് അടുത്ത ക്ലാസ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന എക്സാമ്പിൾ ആയിരിക്കില്ല ഇതിൻ്റെ അടുത്ത ബാച്ചിൽ പഠിപ്പിക്കുന്നത്. അത് പുതിയ പുതിയ എക്സാമ്പിൾസ് ആയിരിക്കും. കാരണം ഒരു ബാച്ചിൽ പഠിച്ചവർക്ക് വീണ്ടും ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള താല്പര്യമുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നുകൂടെ റിപ്പീറ്റേഷൻ ഗീവ്സ് ഗുഡ് മെമ്മറി. റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ പഠിക്കണം. കാരണം പലരും ജോലിയും തൊഴിലും ഉള്ളവർക്ക് പലർക്കും എന്തെന്ന് വെച്ചാൽ വീട്ടിൽ വെച്ച് ശരിക്കും വായിക്കാനൊക്കെ സമയം കിട്ടാത്തവർ ഒന്നുകൂടി ക്ലാസ് അറ്റൻഡ് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്നവർക്ക് കുറെ കൂടി ഡെവലപ്പ് ചെയ്ത് പുതിയ പുതിയ തലങ്ങളിലേക്കുള്ള എക്സാമ്പിൾ കൂടി കൊടുത്താണ് നമ്മൾ പോകുന്നത്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. ഒരു ജ്യോതിഷി നല്ലൊരു ജ്യോതിഷിയാകാൻ ഉപകാരപ്പെടുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് താല്പര്യമുള്ളവർക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡയറക്ടറുണ്ട്. ഡയറക്ടർ അതിൻ്റെ ഏർപ്പാടൊക്കെ ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. നമുക്ക് 23-ാം തീയതി 7:45 ആകുമ്പോൾ ക്ലാസ് തുടങ്ങുന്നു. അപ്പോൾ എല്ലാവർക്കും കാണാം. നന്ദി, നമസ്കാരം.